അർജന്റീന മത്സരത്തിനായി സ്പോൺസർക്ക് കൈമാറിയ കലൂർ സ്റ്റേഡിയം ഇന്ന് GCDയെ തിരിച്ചേൽപ്പിക്കും. നിർമ്മാണ ജോലികൾ തീർക്കാനായി കമ്പനിക്ക് GCDയെ കൂടുതൽ സമയം അനുവദിച്ചേക്കും. നവമി ദിനേശ് ശരിയാണ്. നവമി, ഏറെ വിവാദമായൊരു സംഗതിയാണ്. കരാർ പോലുമില്ലാതെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഡിയം കൈമാറുന്നു. അതിനുശേഷം അതിപ്പോൾ തിരിച്ചേൽപ്പിക്കുകയാണ്. എന്താണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ? ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങൾക്കൊക്കെ ഒരു പരിസമാപ്തിയാകുമെന്ന് കരുതാമോ? രഞ്ജിത്ത്, സെപ്റ്റംബർ 26 മുതൽ നവംബർ 30 വരെ ആയിരുന്നു ഈ സ്റ്റേഡിയം പുനർനിർമ്മിക്കുന്നതിനുള്ള അനുമതി ഈ സ്പോൺസർക്ക് നൽകിയിരുന്നത്. നാളെ ഞായറാഴ്ച ആയതിനാൽ ഇന്ന് തന്നെ സ്റ്റേഡിയം തിരികെ നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ അപ്പോഴും സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. സ്റ്റേഡിയത്തിന്റെ ഉള്ളിലുള്ള നിർമ്മാണം മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. ഈ സീറ്റ് മാറ്റുന്നതടക്കം അല്ലെങ്കിൽ പിച്ചിലെ മാറ്റങ്ങൾ അടക്കം വരുത്തിയിട്ടുണ്ട്. പകരം പുറത്തുള്ള പണികൾ, ഈ പാർക്കിംഗ്, ഈ റോഡ്, ഇതെല്ലാം ഇപ്പോഴും പണി പാതി വഴിയിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. ഇതെങ്ങനെ പൂർത്തിയാക്കുമെന്ന് ഇപ്പോഴും അറിയില്ല. കാരണം നാളെ വരെയുള്ളൂ സമയം. ഇന്ന് തന്നെ സ്റ്റേഡിയം കൈമാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് പണി പൂർത്തിയാക്കുക എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. GCDയെ ഇനി ഏറ്റെടുത്ത് പണി പൂർത്തിയാക്കുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. അതിനോടകം തന്നെ മറ്റൊരു വാർത്തയും കൂടി വരുന്നതനുസരിച്ച് GCDയെ ഈ സ്പോൺസർക്ക് സമയം നീട്ടി നൽകാനുള്ള ഒരു സാധ്യതയും ഉണ്ടെന്ന്. കാരണം പണി പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണിത്. നമുക്കറിയാം, ഏറെ വിവാദമുണ്ടായതാണ്. ഈ സ്റ്റേഡിയം സ്പോൺസർക്ക് നൽകിയത് കൃത്യമായിട്ടുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലല്ല. ഇതിൽ പ്രതിപക്ഷ കൗൺസിലർമാരടക്കം വലിയ പ്രതിഷേധം നടത്തുകയും ചെയ്തു. അതിനിടയിൽ തന്നെ കോർപ്പറേഷൻ അതിന്റെ ഈ ചുറ്റുമതിൽ പണി പാതി വഴിയിൽ അവസാനിപ്പിക്കുവാനുള്ള സ്റ്റോപ്പ് മെമ്മോയും നൽകി. അത് ഈ ചില നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണമായിരുന്നു ആ മതിലുമായി ബന്ധപ്പെട്ടുണ്ടായത്. അതുപോലും പാതി വഴിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ കാര്യത്തിലൊക്കെ എന്ത് തീരുമാനമായിരിക്കും GC എടുക്കുക എന്നതും ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും മെസ്സി വരുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സ്റ്റേഡിയം നിർമ്മാണത്തിന് സ്പോൺസറെ കൈമാറിയത്. പക്ഷേ മെസ്സി വരില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. ഇനി അടുത്ത വിൻഡോയിലായിരിക്കും മെസ്സി വരിക. അതിനു മുൻപ് ഈ നവംബർ 30 പണി പൂർത്തിയാക്കാമെന്നായിരുന്നു സ്പോൺസർ അന്ന് പറഞ്ഞത്. പൂർത്തിയായില്ല എന്നുണ്ടെങ്കിൽ തനിക്കെതിരെ എന്ത് നടപടിയും സ്വീകരിക്കാമെന്ന് വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ. എന്തായാലും ആ പണി പൂർത്തിയായില്ല. ഇനിയും GCDയെ സമയം നീട്ടി നൽകിയേക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകാനാണോ സാധ്യത? ഈ മെസ്സി ഇനിയും വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതനുസരിച്ച് മറ്റൊരു ക്രമീകരണം അത് ആലോചിക്കുന്നുണ്ടോ GCDയെ? നേരത്തെ തന്നെ ഈ കരാറില്ലാതെ ഈ സ്റ്റേഡിയമൊക്കെ നൽകിയതിന് ഏറെ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു GCDയെ. പക്ഷേ അപ്പോൾ അവർക്ക് ന്യായീകരണം ഉണ്ടായിരുന്നു. ഇനിയും ഒരു വ്യക്തമായ കരാറോടുകൂടി ഇനി അത് കൈമാറുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ ആകുമോ ആലോചിക്കുക? എന്തായാലും അതിലൊന്നും ഒരു വ്യക്തത കൈവന്നിട്ടില്ല. GCDA ചെയർമാനെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മീറ്റിംഗിലാണ്, കുറച്ച് തിരക്കിലാണ്. അതിനുശേഷം പ്രതികരിക്കാമെന്നാണ് പറയുന്നത്. ഈ സ്പോൺസർ ഇന്ന് തന്നെ അതിന്റെ പണി പൂർത്തിയാകാതെ, അതായത് പാതി വഴിയിൽ അവസാനിപ്പിച്ച നിലയിൽ ഈ സ്റ്റേഡിയം കൈമാറുകയാണെങ്കിൽ അതിന്റെ തുടർ നടപടികൾ അല്ലെങ്കിൽ ഈ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ബാക്കി ആരായിരിക്കും പൂർത്തിയാക്കുക? അത് GCDA കയ്യിൽ നിന്ന് പണം മുടക്കിയായിരിക്കുമോ അത് ചെയ്യുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു കരാറില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വീഴ്ച. അതിലപ്പോഴും ചില അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. ഇതെന്തുകൊണ്ടാണ് ഇത്രയും കോടികൾ മുടക്കി എന്തിനാണ് ഒരു സ്പോൺസർ ഈ സ്റ്റേഡിയം നന്നാക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് പിന്നിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോ? അങ്ങനെ പല ചർച്ചകളും നടത്തിയിരുന്നു. പക്ഷെ ഈ സ്റ്റേഡിയം അല്ലെങ്കിൽ ഈ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ സ്പോൺസർ ആവർത്തിച്ച് പറയുന്നത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ലാഭവും പ്രതീക്ഷിച്ചിട്ടല്ല. കാരണം ഇവിടെ സ്റ്റേഡിയം കൊച്ചി നഗരത്തെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ സ്റ്റേഡിയം വരുന്നത്. ആ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുകയാണെങ്കിൽ നമ്മുടെ ഭാവിയിലെ കുട്ടികൾക്ക് പോലും അത് വലിയ രീതിയിൽ ഉപകാരപ്പെടുമെന്ന കാര്യമാണ് ആവർത്തിച്ച് സ്പോൺസർ പറയുകയും ചെയ്യുന്നത്. എന്തായാലും കുറച്ചുകൂടി വ്യക്തത ഇനിയും കൈവരേണ്ടതുണ്ട്. തുടക്കം മുതൽ തന്നെ ആകെ പുകമറയിൽ തന്നെയായിരുന്നു ഈ സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണവും മെസ്സിയുടെ വരവുമെല്ലാം. വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു, വലിയ രീതിയിൽ വിമർശനം നേരിടുകയും ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാരും കായിക മന്ത്രിയും അതോടൊപ്പം GCDയും ഈ സ്പോൺസറും എല്ലാം വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇപ്പോഴെന്തായാലും ഈ നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിയിലാക്കിക്കൊണ്ടാണ് ഈ സ്റ്റേഡിയം തിരികെ നൽകുന്ന പ്രവൃത്തിയിലേക്ക് സ്പോൺസർ കടന്നിരിക്കുന്നത്. ഇനി GCDയെ വീണ്ടും ഈ സ്റ്റേഡിയം പുനർനിർമ്മിച്ച് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം നീട്ടി നൽകുമോ എന്നതാണ് അറിയേണ്ടത്. GCDയുടെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായി ഇതുവരേക്കും മറുപടി ഒന്നും ലഭിച്ചിട്ടുമില്ല. രഞ്ജിത്ത്, നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.